അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹക്കീം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. അല്ലാഹു സുബ്ഹാനഹു തആല ഒരല്പ സമയമാണെങ്കിലും ഇങ്ങനെ കുറച്ച് സമയം ഇരിക്കുന്ന ഈ ഒരു ഇരുത്തത്തിന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു സൽപ്രവർത്തനമായി അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു പരിശുദ്ധമായ റമദാനിൻ്റെ എല്ലാവിധ നന്മകളും റമദാനിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. പൊതുവെ കഴിഞ്ഞ കുറച്ചൊക്കെ ഈ റമദാൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളന്ന് ഫുഡ് കൊടുത്ത് നിൽക്കുന്ന ആ ഒരു രീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ കാണായിരുന്നു. ഇപ്പോൾ കുറേ ആൾക്കാർ ഭക്ഷണം വാങ്ങി എങ്ങനാണ്ട് പോകലാണ്. പക്ഷെ അന്ന് നല്ല രസമായിരുന്നു, മാഷാ അല്ലാഹ്. ഏതായാലും അല്പസമയം ഇങ്ങനൊരു അവസരം ലഭിക്കുന്നതിനെ ഉപയോഗപ്പെടുത്തുക. അത് കഴിവിൻ്റെ പരമാവധി അതിൽ നിന്ന് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ അതിൻ്റെ സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അബ്ദുല്ലാഹിബ്നു സുബൈർ ചരിത്രത്തിൽ ഒരുപാട് ഹദീസുകൾ റിവായത്ത് ചെയ്ത ഒരു സ്വഹാബിയാണ്. എന്നാൽ മുക്സിറൂൻ, ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്ത ആളുകളിൽ അബ്ദുല്ലാഹിബ്നു സുബൈറിൻ്റെ പേരില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നബിയിൽ നിന്ന് ധാരാളം അറിവുകൾ ശേഖരിച്ചു വച്ച ചില അബ്ദുള്ളമാരുണ്ട്. അതിലൊരാളാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ. അൽ അബാദിലത്തുൽ അർബഅ എന്ന് പറയാറുണ്ട് ചില സഹാബത്തൊക്കെ. പ്രായം കുറവായിരിക്കും, പക്ഷേ നന്നായിട്ട് അറിവുണ്ടാവും. അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ്, അബ്ദുല്ലാഹിബ്നു സുബൈർ, ഈ നാലാളുകളാണ്. പ്രായം കുറവ് എന്ന് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ വരുമ്പോൾ ഒന്നുകിൽ ഇവർ പെറ്റിട്ടുണ്ടാവുള്ളൂ എന്ന് പറയില്ലേ, ജനിച്ചിട്ടുണ്ടാവുള്ളൂ. ഏകദേശം 2-3 വയസ്സായിരിക്കും ഈ പറയപ്പെട്ട നാലാളുകളിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടി നബി മരിക്കുമ്പോൾ ഇവരുടെ പ്രായം 15, 16 അതല്ലെങ്കിൽ 17 ഒക്കെ പ്രായം. 20ൻ്റെ മേൽക്ക് എന്തായാലും പോയിട്ടില്ല. പക്ഷെ ആ കാലയളവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം അറിവുകൾ അവർ ശേഖരിച്ചു വെച്ചു എന്നുള്ളതാണ്. ഇസ്ലാമിക ലോകത്ത് മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കർമാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച്, ആരാധനകളെ സംബന്ധിച്ച്, വിശ്വാസങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസുകളെ ഇവരെന്ത് ചെയ്തു? ലോകത്തേക്ക് വ്യാപിപ്പിച്ചു, വിന്യസിപ്പിച്ചു. അതിൻ്റെ ഒരു കാരണം അവരുടെ ആ ഒരു യൗവന കാലഘട്ടത്തിലെ ഊർജമാണ്. യൗവന കാലഘട്ടത്തിലെ ഊർജം അവർ ഉപയോഗപ്പെടുത്തിയത് ദീനിനു വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചെയ്തു പോരുന്ന പല ആരാധനകളെയും പല ഇബാദത്തുകളെയും നമ്മൾ ഏറ്റവും നല്ല നിലക്ക് കാണുന്ന നമ്മുടെ വിശ്വാസത്തെയും താങ്ങി നിർത്തിയത് അല്ലെങ്കിൽ അതിനെ നിലനിർത്തുന്നത് അവർ നമുക്ക് തന്ന അറിവാണ്. ഈ 4 അബ്ദുള്ളമാർ മാത്രമായിരുന്നില്ല നബിയുടെ കാലത്തുണ്ടായിരുന്നത്. കുറേ അബ്ദുള്ള എന്നുള്ള പേരുള്ള കുറേ ആൾ. ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേര് അബ്ദുള്ള എന്നായിരുന്നു, അബൂബക്കർ എന്നാണ് അറിയപ്പെട്ടതെങ്കിലും അബ്ദുല്ലാഹിബ്നു അബി ഖുഹാഫ എന്ന പേരിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ പേര്. അബ്ദുള്ളമാർ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 4 അബ്ദുള്ളമാർക്ക് പണ്ഡിത ലോകം ഒരു സ്ഥാനം നൽകിയത് അവർ ലോകത്ത് വ്യാപിപ്പിച്ച അറിവിൻ്റെ പേരിലാണ്. അൽ അബാദില, അൽ അബാദില എന്നുള്ളത് അബ്ദ് എന്നുള്ള രൂപത്തിൽ ഉപയോഗിക്കാൻ. അബ്ദുള്ള അള്ളാഹുവിൻ്റെ ദാസൻ എന്നാണ്. അബ്ദുല്ലാഹിബിൻ, അതിൽ ഒന്നാമത്തെ പേരാണ് നമ്മൾ പറഞ്ഞത് അബ്ദുല്ലാഹിബിന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ. രണ്ടാമത്തെ പേര് നമ്മൾ പറഞ്ഞു അബ്ദുല്ലാഹിബിനു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന സഹാബിയുടെ മകൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രൻ. മൂന്നാമത്തെ ആളാണ് അബ്ദുല്ലാ ഇബ്നു അംർ ഇബ്നുൽ ആസ്. അംർ ഇബ്നുൽ ആസ് എന്ന് പറഞ്ഞാൽ ഈജിപ്ത് ഇസ്ലാമിൻ്റെ കീഴിലായപ്പോൾ, മിസ്ർ ഇസ്ലാമിൻ്റെ കീഴിലായപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് പട നയിച്ച് ഇസ്ലാമിൻ്റെ കീഴിലേക്ക് ഈജിപ്തിനെ കൊണ്ടുവരാൻ പട നയിച്ച ഒരു പോരാളിയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. നല്ല യുദ്ധപാഠവമുള്ള, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എപ്പോഴും പരമാവധി ഇത് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം കുറേ ഉമർ അള്ളാൻ്റെ ഒക്കെ കാലം കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിലേക്ക് അംർ ഇബ്നുൽ ആസ് ഒക്കെ കടന്നു വരുന്നത്. ആ അംർ ഇബ്നുൽ ആസിൻ്റെ മകൻ അബ്ദുള്ള. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ മനഃപ്പാഠമാക്കി വെച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്ത ആൾ അബൂ ഹുറൈറയാണെന്ന് നമുക്കറിയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 5000 ചില്ലാന ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തു എന്ന ചരിത്രം നമ്മൾ കേട്ടവരാണ്. പക്ഷേ അബൂ ഹുറൈറ പറയാൻ, പക്ഷേ എന്നെക്കാളും കൂടുതൽ ഹദീസ് ഉണ്ടായിരുന്ന വ്യക്തി അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് ആയിരുന്നു. കാരണം എന്താ? കാന യക്തുബു വ അന ലാ അക്തുബു. അംർ ഇബ്നുൽ ആസ് എഴുതി വെക്കാറുണ്ടായിരുന്നു, ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നില്ല. നബിയിൽ നിന്ന് കേട്ട അറിവുകളെ അവർ കോറിയിടും. നല്ല ബുദ്ധിപാഠമുള്ളവർ അവരുടെ മനസ്സുകളിൽ അതിനെന്ത് ചെയ്യാറുണ്ടായിരുന്നു? മനഃപ്പാഠമാക്കി വെക്കാറുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഹദീസുകളെ കുറിച്ച് വെച്ച ആളിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്നാണ്. ഇതിൽ പറയപ്പെട്ടവരിൽ നാലാമനാണ് നമ്മളിന്ന് പറയാൻ പോകുന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ സുബൈർ റളിയല്ലാഹു അൻഹു. സുബൈർ ഇബ്നുൽ അവാം എന്ന് പറയുമ്പോൾ അവാം ഇബ്നു ഖദീജ ബിൻത്ത് ഖുവൈലിദ് അല്ലേ? അതാണ് അവാം ഇബ്നു ഖുവൈലിദ്. പേര് നോക്കുമ്പോൾ അതായത് പിതൃവൻ്റെ ഖദീജ റളിയല്ലാഹു അൻഹുവിൻ്റെ നേരെ മോന. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതാവിൻ്റെ സഹോദരപുത്രനായിട്ട് ആര് വരുന്നുണ്ട്? സുബൈർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽ നോക്കുമ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹുവിന് ഭയങ്കര സ്ഥാനമാണ്. കാരണം സുബൈർ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തിരുന്നത് അസ്മാ ബിൻത്ത് അബി ബക്കർ റളിയല്ലാഹു അൻഹയാണ്, ആയിഷ ബീവിൻ്റെ സഹോദരി. അബി അംർ ഇബ്നു ആസിൻ്റെ ഒരു മഹത്വം നോക്കണം നിങ്ങൾ. എന്താണ് പരമ്പര ഇങ്ങനെ പറയുമ്പോൾ വല്യമ്മ ഖദീജ ബീവിയിലേക്ക് എത്തും. ഇനി ഉമ്മാൻ്റെ ഇത് പറയുമ്പോൾ ഉമ്മ ആരാ? ഉമ്മ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മോളുമാണ്. ഒരു ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽപ്പെട്ട ആയിഷ ബീവിയുടെ സഹോദരിയുമാണ്. ഭയങ്കര ഫഖർ പറഞ്ഞു നടന്നിരുന്ന ആളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അല്ല, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നു അവാം റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ. പക്ഷേ ഈ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഒരിക്കൽ പറയാം, എൻ്റെ വാപ്പ മരിക്കാൻ നിൽക്കുന്ന രംഗം ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന സ്വഹീഹായ ഹദീസാണ്. എൻ്റെ വാപ്പ മരിക്കാൻ നിൽക്കുന്ന രംഗത്ത് വാപ്പ എന്നെ വിളിച്ചു, സുബൈർ റളിയല്ലാഹു അൻഹു വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ അബ്ദുല്ലാ, നിന്നോട് ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ് എന്നുള്ള നിലക്ക്. ഇന്നത്തെ ദിവസം യുദ്ധം നടക്കാൻ പോവാണ്. ജമൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. ജമൽ യുദ്ധം, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ജമൽ യുദ്ധം. ഇന്ന് ഞാൻ ഒന്നുകിൽ ലാലിമായി മരിക്കും, അല്ലെങ്കിൽ ഞാൻ മദ്ലൂമായിട്ടായിരിക്കും എന്ത് ചെയ്യുക, മരിക്കുക എന്നാണ്. കാരണം രണ്ടും ഇസ്ലാമിൻ്റെ പേരിൽ ഉണ്ടായ ഒരു കലുഷിതമായ ഒരു അന്തരീക്ഷം നമ്മളന്ന് മനസ്സിലാക്കിയ ജമലുമായി ബന്ധപ്പെട്ടിട്ട്, ജമൽ യുദ്ധവുമായി ബന്ധപ്പെട്ട്. ഇന്ന് മരിക്കുന്നവൻ ഒന്നെങ്കിൽ ലാലിമാൻ അല്ലെങ്കിൽ മദ്ലൂമാൻ. ഞാൻ മദ്ലൂമായി മരിക്കുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. ഒരിക്കലും ലാലിമായി മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല, പക്ഷെ മദ്ലൂമായി ഞാൻ മരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ മരിക്കുമ്പോൾ എൻ്റെ സങ്കടം എന്ന് പറയുന്നത് ദുനിയവിയായ ഒരു കാര്യവുമല്ല. എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഇന്ന അക്ബറ ഹമ്മി ദൈനി, എൻ്റെ ഏറ്റവും വലിയ സങ്കടം എൻ്റെ കടമാണ്. കാരണം കടം ഉള്ള ഒരാളായിട്ടാണ് ഞാനിപ്പോൾ മരിക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ കടം ഞാൻ മുഴുവൻ വീട്ടിയിട്ടില്ല, കുറച്ച് കടം എനിക്ക് വീട്ടാനുണ്ട് എന്ന് പറഞ്ഞു ഞാൻ. എന്നിട്ട് മോനോട് പറയാണ്, അബ്ദുല്ലാ, എൻ്റെ കടം എത്രയാണെന്ന് കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ അതിനെ വീട്ടണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കടം നീ വീട്ടണം. കടത്തിൻ്റെ പേരിലുണ്ടായിരുന്ന ഭയമായിരുന്നു അബ്ദുള്ള എന്ന മോനെ അവസാന സമയത്ത് വിളിച്ചു വരുത്തി അദ്ദേഹം ഉപദേശിക്കുന്നതും, കടം വീട്ടണമെന്ന ഉപദേശം. അപ്പോൾ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ വീട്ടാം. പക്ഷേ മോനോട് പറയുന്നത്, നിനക്ക് ഇനി അത് വീട്ടാൻ സാധിക്കുന്നില്ലെങ്കിൽ, സാധിക്കാത്ത അവസ്ഥ വരികയാണെങ്കിൽ നീ എൻ്റെ മൗലയോട് സഹായം തേടണം, എൻ്റെ മൗലയോട് സഹായം തേടണം. അപ്പോൾ മോന് പറയാണ്, ആരാ മൗല? മൗല എന്ന പദത്തിന് അർത്ഥം അല്ലെ യജമാനൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ബാപ്പാനോട് ചോദിച്ചു, ബാപ്പാനോട് ചോദിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ബാപ്പ പറയാണ്, മൗല യ റബ്ബി, എൻ്റെ റബ്ബാണ് എൻ്റെ മൗല, എൻ്റെ യജമാനൻ എന്നത് ആരാൻ? അള്ളാഹുവാണ്. അപ്പം അള്ളാഹിനോട് ചോദിക്കണം എന്നാണ്. ജീവിതത്തിലെ എന്ത് പ്രയാസം വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് പടച്ച റബ്ബിനോട് ചോദിച്ച്, പടച്ച റബ്ബിനോട് എന്ത് ചെയ്യണം? പരിഭവം പറഞ്ഞ് അള്ളാഹിനോട് സഹായം തേടണം എന്നും പറഞ്ഞിട്ട് വാപ്പ അന്നത്തെ ദിവസം എന്ത് ചെയ്തു? ഷഹീദായി എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. ഒരു പക്ഷെ നമ്മൾ കേട്ടുപോയതാണ്. ആ യുദ്ധത്തിൽ എന്താണ് സുബൈർ ഇബ്നു അവാം റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. ലാസ്റ്റ് ഇങ്ങനെ കടങ്ങളൊക്കെ വലിയൊരു സുദീർഘമായ ഒരു ഹദീസിൻ്റെ വളരെ രത്നച്ചുരുക്കാണ് പറയുന്നത്. മോനിങ്ങനെ കടങ്ങളൊക്കെ എണ്ണി നോക്കിയപ്പോൾ ഏകദേശം അന്നത്തെ 22 ലക്ഷം ദിർഹം എന്ന് പറഞ്ഞ വെള്ളി നാണയം അന്ന് ഉപ്പാക്ക് കടണ്ടായിരുന്നു എന്നാണ്. എന്നാലോ സുബൈർ ഇബ്നു അവാമിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ വലിയ സമ്പന്നനായിരുന്നു.
നല്ല സമ്പന്നനായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു. പക്ഷെ സമ്പത്തുള്ള ഒരാൾ എങ്ങനെ ഇങ്ങനെ കടം കൊണ്ട് മരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് പിന്നെ അവിടെയുള്ള ഒരു ചർച്ച. സുബൈർ ഇബ്നു അവ്വാമിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, അമാനത്തായിട്ട് പലതും കൊണ്ടുവന്ന് ഏൽപ്പിക്കും. അവരുടെ സ്വത്തും അവരുടെ പല കാര്യങ്ങളും, സ്വർണവും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. അപ്പോൾ ഇത് അമാനത്തായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ സുബൈർ ഇബ്നു അവ്വാം പറയും, അമാനത്തായിട്ട് ഞാൻ ഏറ്റെടുക്കില്ല, ഞാൻ കടമായിട്ട് അതിനെ സ്വീകരിക്കാം. കടമായിട്ട് എന്ത് ചെയ്യും, ബാക്കിയൊക്കെ അപ്പോൾ ഉപയോഗിക്കും ചെയ്യുക. പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, കടം തിരികെ നൽകും. അമാനത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ, അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ശരിക്കും അമാനത്ത് വീട്ടേണ്ട ഒരു ആവശ്യമില്ല. നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല. പക്ഷേ നഷ്ടപ്പെടുത്താതെ അതിനെ സൂക്ഷിക്കേണ്ട ബാധ്യത ആയിരിക്കാൻ, അത് വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടവ നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും സൂക്ഷിച്ചു പോരണ്ടേ. അതുകൊണ്ട് ആ ഒരു പേടിയിൽ ഇദ്ദേഹം പറയും കടമായിട്ട് സ്വീകരിക്കുക. കാരണം ഇത് നഷ്ടപ്പെട്ടു പോയാലും അത് വീട്ടാൻ ഞാൻ ആരാണ്, ബാധ്യസ്ഥനാണ് എന്നുള്ള നിലക്കാണ്. അങ്ങനെ ആയത് അത്രത്തെ അദ്ദേഹത്തിന് 22 മുഹദ്ദിസുകളൊക്കെ ഇമാം ബുഖാരിനെ ശരിക്കും കണക്ക് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് റാവിമാർ റിവായത്ത് ചെയ്ത ആ സംഭവം. 22 ലക്ഷം ദിർഹം വെള്ളി നാണയം അദ്ദേഹത്തിന് അന്ന് കടമായിരുന്നു എന്നാണ്. ആ കടം മുഴുവൻ എങ്ങനെ വീട്ടണം എന്നുള്ള ഒരു മാർഗമൊന്നും ഉപ്പ പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേ മകനെ സംബന്ധിച്ചിടത്തോളം ഉപ്പാക്ക് അത്യാവശ്യം നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു. അന്നത്തെ ഈജിപ്തിനോട് ചേർന്നിട്ടുള്ള ചില ഇടങ്ങൾ, ഗാബ എന്ന് പറയുക, അതുപോലെ തന്നെ കൂഫയിലും കുറച്ച് വീടുകൾ ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്നു എന്നാണ്. പക്ഷെ അതൊന്നും വിറ്റ് പെറുക്കിയാൽ ഈ കടം മുഴുവൻ വീട്ടാനും സാധ്യമല്ല. ഒരിക്കൽ കൂട്ടുകാരൻ ചോദിച്ചും ചെയ്തു, സുബൈർ ഇബ്നു അവ്വാമിൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, ബാപ്പാൻ്റെ കട എത്രയാണ്? അപ്പോൾ വാപ്പൻ്റെ കടം മോനെന്ത് ചെയ്തില്ല, ആ കൂട്ടുകാരനെ സങ്കടപ്പെടുത്തേണ്ട വിചാരിച്ചിട്ട് അതിൻ്റെ പകുതി മാത്രം പറഞ്ഞു എന്നാണ്. നോണ പറഞ്ഞല്ലേ, പകുതി മാത്രം, അങ്ങനെ വിഷമിപ്പിക്കേണ്ട എന്നുള്ളവർക്ക് പകുതി സൂചിപ്പിച്ചു എന്നാണ്. അപ്പോൾ ആ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഈ പകുതി നീ എങ്ങനെ വീട്ടുമെന്ന് എനിക്കറിയില്ല, അള്ളാഹു നിന്നെ സഹായിക്കട്ടെ. ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു സഹായമാണെന്നുണ്ടെങ്കിൽ, ഭൗതികമായ സഹായമാണെന്നെങ്കിൽ എന്നോട് ആവശ്യപ്പെടാം എന്നും പറഞ്ഞ് അദ്ദേഹം പിരിഞ്ഞു പോയി എന്നാണ്. അവിടെയും ആ കൂട്ടുകാരൻ ഓർമ്മിപ്പിച്ചത് അള്ളാഹു നിന്നെ സഹായിക്കട്ടെ. ജീവിതത്തിൽ അള്ളാഹിൻ്റെ സഹായത്തെ സംബന്ധിച്ചാണ് നമ്മൾ കേട്ടുപോരുന്നത്. അള്ളാഹുവിൻ്റെ സഹായം വരുമെന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നതും. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയെങ്കിലും പിന്നെ ഈ മകൻ കടം വീട്ടാൻ ഒരുപാട് അധ്വാനിച്ചു, അതിലേറെ പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു, സഹായങ്ങൾ തേടി. ജീവിതത്തിൽ നല്ല സൂക്ഷ്മതയുള്ള ആളായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നാണ് ചില മുഹദ്ദിസുകൾ അദ്ദേഹത്തെ പറ്റി രേഖപ്പെടുത്തിയത്. പടച്ചോനെ പേടിയുള്ള ആള്, നല്ല സൂക്ഷ്മത ഉള്ള ആള്, തഖ്വയുള്ള ആളാവുമ്പോൾ അള്ളാഹിൻ്റെ സഹായം പല രൂപത്തിലും വരും. നമ്മൾ അറിയേണ്ടതും അതാണ്. നമ്മൾ റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്നത് തഖ്വ ഉണ്ടാവാനാണ്. കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. എന്താ തത്തഖൂൻ? തഖ്വ, സൂക്ഷ്മത. പല ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടതായിരിക്കും. തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുവാൻ നമ്മളെ മനസ്സിൻ്റെ പാകപ്പെടുക, അല്ലെ? അള്ളാഹിനെ അനുസരിച്ചാൽ എനിക്ക് കൂലിയുണ്ട് എന്ന കാര്യത്തിൽ എന്ത് ചെയ്യുക, സൽക്കർമ്മം ചെയ്യാം. ഇനി അള്ളാഹിനെ അനുസരിച്ചില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തില്ലേ, എനിക്കതിന് ശിക്ഷയുമുണ്ട് എന്ന ഭയത്തിൽ ജീവിക്കുക, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക. ഈ സൂക്ഷ്മതാബോധമാണ് നമസ്കാരവും നോമ്പും അതുപോലെ തന്നെ മറ്റു കർമ്മങ്ങളുമൊക്കെ നമുക്ക് സമ്മാനിക്കുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുന്നതും അതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കൃത്യമായി മാനിച്ചും ബഹുമാനിച്ചും അതിന് ഗൗരവം കൊടുത്തും ജീവിച്ചു പോന്നിരുന്ന ഒരു വ്യക്തി. വിശുദ്ധ ഖുർആനിലും പ്രവാചക ഹദീസുകളിലും നന്നായി അറിവുണ്ടായിരുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ ആളുകളെ പറ്റിക്കാനും ഇവരെ കടം കൊടുത്ത ആളുകളെ ഒരിക്കലും വിഷമിപ്പിക്കാൻ അദ്ദേഹം നിന്നില്ല. അതിനെ വീട്ടാനുള്ള ശ്രമം അദ്ദേഹം തുടങ്ങിയെന്നാണ്. അങ്ങനെ ഗാബ എന്ന് പറയുന്ന സ്ഥലം, കാട് എന്നതിനർത്ഥം പറയുമെങ്കിലും ചില ഇടങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ കൂഫയിലെയും ബസറയിലെയും ചില വീടുകൾ, ബാപ്പാൻ്റെ പേരിലുണ്ടായിരുന്ന വീട് അദ്ദേഹം വിൽക്കാൻ വേണ്ടി തയ്യാറായി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും 3-4 ഇരട്ടി വിലക്ക് അദ്ദേഹം അത് വിറ്റു. അത് മുഴുവൻ വിറ്റു എന്ന് മാത്രമല്ല, കുറേ പൈസ, ഏകദേശം 5 ലക്ഷത്തി ചില്ലാനം ദിർഹം, അന്നത്തെ വെള്ളി നാണയം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കടക്ക വീട്ടിയിട്ട് എന്ത് ചെയ്ത് ബാക്കി വന്നു എന്നാണ് ഹദീസിൻ്റെ വരികളിലുള്ളത്. എന്നിട്ട് ഈ ബാക്കി പൈസ കടം കയ്യിൽ ഇങ്ങനെ വന്നപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിന്റെ സുബൈർ ഇബ്നു അവ്വാമിന്റെ മറ്റു മക്കളൊക്കെ അദ്ദേഹത്തെ സമീപിച്ചു. ബാപ്പാന്റെ മുതലാണ്, നിനക്കതിൽ എന്തില്ല, ഒറ്റക്കെടുക്കാനുള്ള അവകാശമില്ല, ഞങ്ങൾക്ക് ഇഖ്സിം ബൈനന, അതിന് ഞങ്ങൾക്കെതിരെ എന്ത് ചെയ്യണം, വിഭജിച്ച് തരണം, ഞങ്ങളെ മുതൽ ഞങ്ങൾക്കുള്ളത് തരണം എന്ന് പറഞ്ഞു. ഞാൻ സുബൈർ ഇബ്നു അവ്വാം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഭാര്യമാരുടെ കണക്ക്, ആ ഭാര്യമാരിലുണ്ടായിരുന്ന മക്കളുടെ കണക്ക് ഒക്കെ കൃത്യമായും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മോനെ സംബന്ധിച്ചിടത്തോളം അറിയാം. പക്ഷെ പറഞ്ഞു, 4 ഹജ്ജിന്റെ സീസൺ കഴിയാതെ വാപ്പാന്റെ മുതൽ ഞാൻ എന്ത് ചെയ്യൂല, അനന്തര സ്വത്തിനെ ഞാൻ വിഭജിക്കൂല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സൂക്ഷ്മതയാണ്.
ആ ഒരു സൂക്ഷ്മതാബോധം അള്ളാഹു നമുക്ക് സമ്മാനിക്കട്ടെ. കാരണം എന്തിനാ 4 ഹജ്ജ് കാലത്ത് ഇദ്ദേഹം കാത്തിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 4 ഹജ്ജിലും ഈ സഫയുടെ മുകളിൽ, സഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മക്കയിലെ സഫ മറവ് അല്ലെ, ഈ സഫയുടെ മുകളിൽ കയറി ഞാൻ വിളിച്ചു പറയും, സുബൈർ ഇനി ആർക്കെങ്കിലും കടം തരാൻ ബാക്കിയുണ്ടോ? ഇല്ല എന്ന്. കാരണം ഹജ്ജാവുമ്പോഴാണ് പല നാട്ടിൽ നിന്നും ആൾക്കാർ വരിക. അപ്പൊ ഇത് വീതിച്ചു കഴിഞ്ഞാൽ പിന്നെ വാപ്പാന്റെ കടം വീട്ടുന്നതിൽ പിന്നെ തർക്കം ഉണ്ടാവും. ഓരിച്ചു കഴിഞ്ഞാൽ പിന്നെ മക്കൾ തമ്മിൽ എന്താവും, അതിൽ നിന്റെ ഓരി കൊടുത്തോ എന്ന് പറഞ്ഞുള്ള കച്ചറ വരും, അതിൽ തർക്കങ്ങൾ വരും. ആ തർക്കം വരാതിരിക്കാനാണ് 4 കൊല്ലം 4 ഹജ്ജ് സീസൺ ഇദ്ദേഹം കാത്തിരുന്നു എന്നാണ്. ബാപ്പ എത്ര സൂക്ഷ്മത ഉള്ള ആളായിരുന്നോ, മകനും അതിലേറെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചിരുന്ന ആളായിരുന്നുവെന്നാണ് ഈ ഒരൊറ്റ ഹദീസിനെ ഇസ്തിംബാത്ത് ചെയ്യുമ്പോൾ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മുഹദ്ദിസുകൾ ഇസ്തിംബാത്ത് ചെയ്ത് പറഞ്ഞു. ഇവിടെ പ്രധാനമായും മുല്ല അലി അൽ ഖാരി എന്ന മഹാപണ്ഡിതൻ, മുല്ല അലി അൽ ഖാരി എന്ന് പറഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരിക്ക് ഷർഹ് എഴുതിയ ഒരു വ്യക്തിയാണ്. ഷർഹു സ്വഹീഹുൽ ബുഖാരി, ഉംദത്തുൽ ഖാരി, ഷർഹു സ്വഹീഹുൽ ബുഖാരി ലി മുല്ല അലി അൽ ഖാരി. ആ പേരെന്നെ വായിക്കാൻ നല്ല രസമാണ്. ഇബ്നു ഹജർ അസ്കലാനിന്റെ ഷർഹ് നമുക്കറിയാം, ഫതുഹുൽ ബാരി. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ഡീപ്പായിട്ട് ഹദീസുകളുടെ ഇസ്തിംബാത്തുകൾ, ഗുണപാഠങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ വർണ്ണിച്ചത് കാണാം. അതിലൊരു കാര്യമാണ് ജീവിതത്തിലെ തഖ്വ, സൂക്ഷ്മതാബോധം. ഒരു വിശ്വാസിക്ക് സമ്മാനിക്കുന്നത് വല്ലാത്ത ആശ്വാസമാണ്. കാരണം നമുക്കതുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹു നമ്മളെ സഹായിക്കുമെന്നാണ്. ഒരിക്കലും ഈ മോൻ വിചാരിച്ചില്ല എൻ്റെ വാപ്പാന്റെ കട എങ്ങനെ വീട്ടുക. പക്ഷെ ബാപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹിനോട് സഹായം നേടണം, അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണം. ജീവിതത്തിൽ തഖ്വയുണ്ടോ, വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ. അള്ളാഹു സൂക്ഷ്മത ഉള്ളവൻക്ക് ജീവിതത്തിൽ ഒരു എക്സിറ്റ് അള്ളാഹ് കാണിച്ചു കൊടുക്കും. നല്ല ഒരു പോംവഴി അള്ളാഹ് തരും. വേറെ അള്ളാഹ് പറഞ്ഞില്ല, മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത രൂപത്തിൽ. ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലാവൂല പടച്ച റബ്ബിന്റെ സഹായം വരിക. അല്ലാഹു സുബ്ഹാനഹു വതആല സൂക്ഷ്മതാബോധമുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തഖ്വയുണ്ടെങ്കിൽ ഇഹത്തിലും പരത്തിലും വിജയമാണ്. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തന്ന കാര്യമാണ്. അല്ലാഹു കഴിവിന്റെ പരമാവധി ഇത്തഖുല്ലാഹ അല്ലെ മസ്തതഅതും, കഴിവിന്റെ പരമാവധി നിങ്ങൾക്ക് കഴിയുന്നത് പോലെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന റബ്ബിന്റെ ഉപദേശത്തെ നെഞ്ചോട് ചേർക്കുക. അള്ളാഹു ആ മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. മുത്തഖീങ്ങളോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മൾ ഒരുമിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളിൽ അള്ളാഹു ആശ്വാസം നൽകട്ടെ. നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവട്ടെ. ഒരുപാട് അസുഖം കൊണ്ടൊക്കെ വിഷമിക്കുന്ന ആളുകൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഉസ്താദിൻ്റെ സഹോദരൻ്റെ രോഗവാർത്തയെ നമ്മൾ കേട്ടവരാൻ. അള്ളാഹു അവർക്ക് ആശ്വാസം കൊടുക്കട്ടെ, ആ കുടുംബത്തിന് ആശ്വാസം നൽകട്ടെ. അവരുടെ ജീവിതത്തിൽ എല്ലാവിധ പ്രയാസങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായം അവർക്കുണ്ടാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കട്ടെ, ശമനം കൊടുക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ ചിന്മകൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.